ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയുടെ വിധി ശനിയാഴ്ച പ്രഖ്യാപിക്കും. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് അപേക്ഷയിൽ വാദം നടന്നു. സുപ്രധാന ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കേണ്ടതിനാൽ നടപടികൾ ഇൻ ക്യാമറയാണ് നടന്നത് എന്നാണ് വിവരം. രാഹുലിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് ഹാജരായി. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചതായി അറിയുന്നു. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചാൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. രാഹുലിനെതിരായ 3ാമത്തെ പീഡന പരാതിയിലാണ് അറസ്റ്റ് നടന്നത്. ക്രൂരമായ ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം, സാമ്പത്തിക ചൂഷണം എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പരാതിക്കാരി തിരുവല്ല സ്വദേശിനിയാണെന്നാണ് സൂചന. ഇമെയിൽ വഴി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പോലീസ് സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഹോട്ടലിൽ വെച്ച് പീഡനത്തിന് ഇരയായതാണെന്ന് പരാതിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.